ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് വരട്ടാണ് ഉണ്ടാക്കുന്നത്. എപ്പോഴും ഉണ്ടാക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ, ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ എപ്പോഴും ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റിലല്ല ഉണ്ടാക്കുന്നത്, കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. എന്നാൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അങ്ങനെയാണ് ഇപ്പോൾ നമ്മളിത് റെഡിയാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ആദ്യം കുക്കർ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സവാള നൈസായിട്ട് അരിഞ്ഞതാണ് ചേർത്തെടുക്കുന്നത്. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷമാണ് ബാക്കി പരിപാടി. സവാള നല്ലോണം വാടി വന്നതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ചതച്ചെടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു തക്കാളി നൈസായിട്ട് അരിഞ്ഞത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഉപ്പ്, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഞാൻ ചേർക്കുന്നത് ഒറിഗാനോ ആണ്. അങ്ങനെ എല്ലാം ഓരോ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി മാത്രം 3 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു മാഗി ക്യൂബാണ്. അതും കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം മല്ലിച്ചപ്പ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ ഒന്നുകൂടി നന്നായിരിക്കും. ഞാൻ കറിവേപ്പില ഇടാൻ മറന്നതാണ് കേട്ടോ. ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ബീഫ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ ചേർക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതാണ് കേട്ടോ. നമ്മളെപ്പോഴും ബീഫ് കട്ട് ചെയ്യുമ്പോൾ നല്ലോണം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്താൽ മസാലയൊക്കെ പിടിക്കാനും സൗകര്യമായിരിക്കും, നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്താൽ ഇത്ര ടേസ്റ്റ് കിട്ടൂല. അപ്പം നമ്മൾ ബീഫ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബീഫിൻ്റെ ഒപ്പം തന്നെ വെള്ളം നിൽക്കുന്ന രീതിയിലാണ് ആക്കി കൊടുത്തിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ വെള്ളം വറ്റിയിട്ട് ബീഫ് കരിഞ്ഞു പോകും. അപ്പോൾ അതിന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിതിൽ പ്രത്യേകിച്ച് ചേർത്തിട്ടുള്ളത് മാഗി ക്യൂബും ഒറിഗാനോയും ആണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. ഒറിഗാനോ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു ഐറ്റമാണ്. മാഗി ക്യൂബ് പിന്നെ എല്ലാ കടകളിലും ഉണ്ടാവും. അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് 10 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. അങ്ങനെ 10 വിസിലായിട്ടുണ്ട്. ഇനി ആവി പോയതിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തെത്തിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിലെ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിരുന്നു, വീഡിയോ മിസ്സായതാണ് കേട്ടോ. ഇനി നമ്മൾ ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഇത് ചപ്പാത്തി, പത്തിരി, അതുപോലെ തന്നെ ചോറ് അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ബീഫ് വരട്ടാണിത്. ഒറിഗാനോ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പക്ഷേ മാഗി ക്യൂബ് നിർബന്ധമാണ്. അതാണ് ഈ ഒരു ബീഫിൻ്റെ ടേസ്റ്റ് മാറ്റി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനി ബീഫ് കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളുണ്ടു. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. പിന്നെ ഒറിഗാനോ മാത്രമാണ് ഇപ്പോൾ നമുക്കിതിൽ എപ്പോഴും കിട്ടാത്തൊരു ഐറ്റം. അതില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. മാഗി ക്യൂബ് പിന്നെ എല്ലാ കടകളിലും കിട്ടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.